ഇന്ന് വയനാട് വരെ പോകുന്നൊരു ചെറിയ വ്ളോഗാണ്. KSRTCയിലാണ് നമ്മൾ പോയത്. 10 മണിയുടെ ബസ്സായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നന്ദിലത്ത് ജിമാർട്ടിൽ കയറിയിട്ട് ഹെഡ്സെറ്റ് ഉണ്ടോ എന്ന് നോക്കി, പക്ഷേ കിട്ടിയില്ല. സോ നമ്മൾ ബസ് കാത്തിരിക്കുവാണ്. കുറച്ച് ലേറ്റ് ആയിരുന്നു ബസ് വരാനായിട്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ബസ്സല്ലായിരുന്നു. നല്ല കുണ്ടും കുഴിയും കുടുക്കവും എല്ലാത്തിലും ചാടി നല്ല പരുവായിട്ടാണ് അവിടെ എത്തിയത്. അങ്ങനെ ഒരു 4:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് നമ്മളൊരു റൂം എടുത്ത് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ. കളർഫുള്ളായിട്ടുള്ള പാലം അങ്ങോട്ട് കയറി നടക്കും. നമ്മൾ റോഡിലാണ് കയറി നടക്കുന്നത്. ദുർഗാ ബസ്. ഈ വഴിയിൽ ഇങ്ങനെ പൂക്കൾ വെച്ചേക്കണാണ് കൊള്ളാലോ. ഒരു നമ്മുടെ കൂടെയാണെങ്കിൽ ആൾക്കാർ, അതെ, ആൾക്കാർ ആദ്യം ഒടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. റോസാപ്പൂ, മുല്ലപ്പൂവാ. അല്ല, മുല്ലപ്പൂല്ല. ഫുഡ് വിചാരിച്ച പോലെയല്ല. എവിടെ പരിപാടി ആര്? ഞാനാ? ആണ്. ഇത്ര ദിവസം വയനാട്ടിൽ കുഴപ്പമുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ വരെ അതിൽ കാരണം. രാവിലത്തെ ഫുഡ് നമ്മൾ ഒരു സെറ്റ് പൂരിയും വാങ്ങി, ഒരു സെറ്റ് മസാല ദോശയും വാങ്ങി. പൂരിയും നല്ലതായിരുന്നു, കുഴപ്പമില്ല. മസാല ദോശയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ അത്രയും ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നു. ചിലപ്പോൾ ടൗൺ ഏരിയയൊക്കെ ആയതുകൊണ്ടായിരിക്കും, അറിയില്ല. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, നല്ല മഴയും. ഞങ്ങൾ ചെന്നിട്ട് മഴ നിന്നിട്ടേ ഇല്ല. പെയ്യും തോറും നല്ല മഴയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് മസാല ദോശയായിരുന്നു. അതിനോടെ നമുക്ക് 2 ടൈപ്പ് ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. പിന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ടൈം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് വന്നപ്പോൾ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു. നല്ല മഴയുള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ തണുക്കനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടീഷർട്ടിൻ്റെ പുറത്ത് ഈ സ്വെറ്ററൊക്കെ ഇട്ട് ഇരുന്ന് കഴിക്കുന്നത്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആർക്കും എന്നെ അറിയാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിങ്ങനെ ചമ്മലൊന്നും തോന്നിയില്ല. പിന്നെ ഞാനൊരു കോഫി, അവളൊരു ചായയും കൂടെ പറഞ്ഞായിരുന്നു. കോഫി നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ടായിരുന്ന സാമ്പാർ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തിയും നല്ലതായിരുന്നു. സാമ്പാറിലെ കഷ്ണങ്ങളാണ് നല്ല മുട്ടൻ കഷ്ണങ്ങളായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ റൂമിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ കണ്ടൊരു വ്യൂ ആണ്. നല്ല രസമില്ല ആ മലയൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വഴികൾ നടന്നപ്പോൾ കണ്ടാണ് വെള്ളം പോകുന്നുണ്ടോ, നല്ല ഇരച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു കടയിൽ കയറി. ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറയാവേ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, തുണികൾ കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല പ്രിൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുർത്തി സെറ്റിൻ്റെയൊക്കെ പ്രിൻറ്റ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലെ ബോട്ടവും ടോപ്പും ഷോളും കൂടെ എടുക്കണം. അതിനുള്ള ബഡ്ജറ്റ് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളത് നോക്കിയില്ല. പക്ഷേ കുറേ നല്ല പ്രിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. യെല്ലോ ആണ് നമുക്ക് എപ്പോഴും പിടുത്തം. യെല്ലോ പ്രിൻറ്റുകൾ കുറേ നല്ലതുണ്ടായിരുന്നു. ഈ ഗ്രീൻ എടുക്കണോ യെല്ലോ എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവസാനം യെല്ലോ തന്നെ എടുത്തു. അവിടെ സൈഡിലൊരു ബ്ലൂ കണ്ട, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ ബോട്ടം സെറ്റാണ് സൈഡിൽ കാണുന്നത്, അതെനിക്കിഷ്ടമായില്ല, അതുകൊണ്ട് എടുത്തില്ല. മത്സ്യന്തേരിയൊക്കെ എന്ത് രസമുള്ള തുണികളൊക്കെയാണ് ഇരിക്കണമെന്ന് അറിയാമോ. അങ്ങനെ നമ്മൾ കുറച്ച് തുണികളൊക്കെ എടുത്തിട്ട് വീണ്ടും പുറത്തോട്ട് വന്നു. ഇവിടെ കല്ലുമ്മക്കായ ഉണ്ട്, അപ്പോൾ അത് ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല. അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആളും അല്ലേ ആളില്ല. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കളയണം. ഓക്കെ, ഇതൊക്കെ എന്തായാലും നടക്കും. ഞാൻ ഇരിക്കണം എന്നിട്ട് ഞാൻ യൂട്യൂബുകാർ തോന്നിയിട്ട് നേരെ ഇവളുടെ പാട്ടിൽ പേനാമശി പറയുന്നത് ഭാരത് ഒരു വലിയ ഷോപ്പാണ്. അവിടെ ഇപ്പോൾ എന്തോ ഓഫറൊക്കെ നടപ്പുണ്ട്. അത്യാവശ്യം നല്ല തുണികളും ഉണ്ട്, നല്ല കസ്റ്റമർ സർവീസുമാണ്. അപ്പം നമുക്ക് കല്ലുമ്മക്കായ വന്നിരിക്കും. ടേസ്റ്റ് ചെയ്യും, എങ്ങനെയുണ്ടെന്ന് പറയും. എടുക്കും.
അറിയില്ല. ഒരു വെടിയും കൂടെ കടിച്ചേ. പൊടി ഒഴിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ? സെയിം ടേസ്റ്റ്. ഭാഗ്യം ഇവിടുത്തെ ചായ കൊള്ളാൻ കഴിയും. പക്ഷെ കല്ലുമ്മക്കായ പാളിപ്പോയി. ഒരു ലവ് ഷേപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വെള്ളം. നമ്മളുടെ റൂമിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണിത്. നമ്മൾ നേരത്തെ പോയ കടകളൊക്കെ താഴെ കാണാം. കുറച്ച് തുണിക്കടയിലൊക്കെ കയറിയായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മറന്നുപോയേ. കാരണം തുണിക്കടകൾ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും, നല്ല തുണി കിട്ടിയാലോ എന്നൊക്കെ. സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു, പക്ഷേ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കടകളിലൊക്കെ കയറിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പുറത്തോട്ട് പോകും. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അൽഫാമന്തി പറഞ്ഞു. ഐസ് വന്നിട്ടില്ല. രണ്ട് വലിയ പീസ് ഉണ്ടായിരുന്നു. അതുപോലെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്തൊക്കെയോ നമ്മുടെ ഇവിടുത്തെ മന്തിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. ഇഷ്ടപ്പെട്ട നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മയോണൈസും സലാഡും പിന്നെ 2 തരം ചട്നി ഉണ്ടായിരുന്നു. അടിപൊളി ചട്നിയായിരുന്നു. എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മയോണൈസ് ഞാനങ്ങനെ കഴിച്ചില്ല. എനിക്ക് ചിലപ്പോൾ തുമ്മലുണ്ടാകും മയോണൈസ് കഴിച്ചു കഴിഞ്ഞാൽ. റൈസിനകത്ത് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയാൻ മേല, നല്ല ഫ്ലേവർ നമുക്ക് തോന്നി. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സോസായിരുന്നു. നല്ല എരിവും പുളിയും ഉള്ളൊരു സോസ്. എനിക്ക് എരിവും പുളിയും ഭയങ്കര ഇഷ്ടമാണ്. അതുള്ളതുകൊണ്ട് ഞാൻ മയോണൈസേ എടുത്തില്ല. അവളാണ് മയോണൈസ് കൂടുതൽ കഴിച്ചത്. ഞാൻ ഇത് കൂട്ടിയായിരുന്നു കൂടുതലും കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നു. 3:35 നമ്മുടെ ബസ്. അതും കുറച്ച് ലേറ്റായിരുന്നു. അങ്ങനെ ബസ് വന്നു. നമ്മൾ ബസ്സിലൊക്കെ കയറി. കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വീട് കണ്ട എന്തോ ഒരു പ്രത്യേകതയുണ്ട്. മനസ്സിലായില്ല, എനിക്ക് കൃത്യമായിട്ട് കാണാനും പറ്റിയില്ല. നമ്മൾ കയറിയ ബസ്സിൽ അധികം ആളില്ലാഞ്ഞുകൊണ്ട് നമുക്ക് സുഖമായിരുന്നു. കയറിയപ്പോൾ തൊട്ട് മഴയായിരുന്നതുകൊണ്ട് നല്ല തണുപ്പും. അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ 3 പേരുടെ സീറ്റിൽ നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. ഞങ്ങൾക്ക് അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം നല്ല മഴ തണുപ്പൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് പുറത്തോട്ടിറങ്ങാനും എൻജോയ് ചെയ്യാനും ഒന്നും പറ്റിയില്ല. എന്നാലും കുറച്ച് തുണിയൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് സന്തോഷമായി. അതിൻ്റെയൊക്കെ സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഒക്കെ ഇടാലോ. അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. ചുരം വന്നപ്പോൾ എന്നെ വിളിച്ചെണീപ്പിച്ചതാണ്. എന്ത് രസമല്ലേ കാണാൻ. താഴെ നല്ല പുക പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് അത് കാണാനുള്ള ഇതുമില്ല. നേരിട്ട് ഇറങ്ങി കാണുവാണെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും. ബസ്സൊക്കെ നിർത്തിയിട്ട് പുറത്തിറങ്ങി കാണുന്നതായിരിക്കും രസം. കണ്ടോ, പുക പോലെ ഇരിക്കുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. നമുക്ക് കാണാനുള്ള ഭാഗ്യമില്ല ഗൈസ്. പിന്നെ മൂഡിലായിരുന്നതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വൈറ്റിലെത്തി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക് യു.